നിങ്ങളിപ്പോൾ കണ്ടത് എന്തിനാണെന്ന് മനസ്സിലായ? നോർത്ത് ഇന്ത്യയിലെ കുറേ വാണങ്ങൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇതിനെ ഹോളി സെലിബ്രേഷൻ എന്നല്ല പറയാനുള്ളത്, അബ്സല്യൂട്ട് ഹറാസിങ് ആൻഡ് സെക്ഷലി അബ്യൂസിങ് ഹ്യൂമൻ ഇൻ ദ നെയിം ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ്. ദൈവത്തിൻ്റെയും ഫെസ്റ്റിവലിൻ്റെയും പേരും പറഞ്ഞ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അവർ പന്നികളെ പോലെ കൂട്ടത്തോടെയാണ് വരുന്നത്. ചോദ്യം ചെയ്യാൻ ചെന്നാൽ അവരിതിൽ വർഗീയതയും ദൈവത്തിനെയും കൊണ്ടിടും, കലാപങ്ങളുണ്ടാക്കും, എല്ലാവരും കൂടി കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യും നമ്മളെ. ഇവരാണ് മുസ്ലിംസ് ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു കത്തരമേഹ എന്നൊക്കെ പറയുന്നത്. നീയൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അപകടങ്ങൾ. ഫസ്റ്റ് സ്വന്തം നാട്ടിലെ ഹിന്ദു സ്ത്രീകളെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ പഠിക്കും, എന്നിട്ട് മുസ്ലിംസിനെ പറ്റി പറയാം. ഇത് ജപ്പാനിൽ നിന്ന് ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കാൻ വന്ന ഒരു പെൺകുട്ടിയാണ്. ഇത് കളർ തേച്ച് കൊടുക്കുന്നതാണോ അതോ കൊല്ലാൻ നോക്കുന്നതാണോ? സ്വന്തം നാട്ടിലെ അമ്മമാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ കഴിവില്ലാത്തവന്മാരാണ് ഗോമാതാവിനെ പറ്റിയും ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവസാനം സഹി കെട്ടിട്ട് ആ കുട്ടി അവൻ്റെ കവാലത്തിലൊരു അടി കൊടുക്കുന്നുണ്ട്. എന്തിനാണല്ലേ ഹോളി ആഘോഷം? ഇനി ആ ഇന്ത്യയിലോട്ട് വരില്ല. ആ പെങ്കൊച്ച് അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ഇവനെയൊക്കെ അന്ധഭക്തെന്ന് വിളിക്കണോ, പെവേർഡ്സ് എന്ന് വിളിക്കണോ, എന്താ വിളിക്കാനുള്ളതിനൊക്കെ? ഇത് മുസ്ലിംസാണ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെയൊക്കെ പ്രതികരണം എന്തിനായിരുന്നേനെ? ഇതൊക്കെ ചെയ്യാതെ തന്നെ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇറക്കി വിടുന്നുണ്ട്. ഇതാ ഇവിടെ ആ പെൺകുട്ടി കളറിടുമ്പം തടയുന്നുണ്ട്, എന്നിട്ട് അവൻ തിരിച്ച് പറയുന്നത് കണ്ടോ? പിന്നെ ഈ ഹോളി കളേഴ്സ് ഉണ്ടാക്കുന്നത് നാച്ചുറൽ സബ്സ്റ്റൻസ് കൊണ്ടൊന്നുമല്ല, ലെഡ്, ക്രോമിയം, മെർക്കുറി പോലത്തെ ടോക്സിക് സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരുപാട് അടിച്ച് ശ്വസിക്കുകയൊക്കെ ചെയ്താൽ ആസ്മ, അലർജി ഒക്കെ ഉള്ളവരുടെ കാര്യം പിന്നെ പറയണ്ട. ഇതൊക്കെ ഈ പൊട്ടന്മാരടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്?